പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ പയ്യന്നൂർ നഗരസഭയിലെ LDF സ്ഥാനാർത്ഥി VK നിഷാദിന് 20 വർഷം തടവ് ശിക്ഷ. ഡിവൈഎഫ്ഐ നേതാവ് നന്ദകുമാറിനും 20 വർഷം തടവ്. കണ്ണൂരിൽ നിന്ന് നിഖിൽ ലവൂറാണ് വിവരങ്ങളുമായി ചേരുന്നത്. നിഖിൽ, LDF സ്ഥാനാർത്ഥിക്കാണ് ഇപ്പോൾ തടവ് ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥിത്വം റദ്ദാകുമോ? വിവരങ്ങൾ. ലക്ഷ്മി പത്മ, ഏതായാലും 2012 P ജയരാജനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഘർഷങ്ങൾക്കിടയിലാണ് ഇത്തരത്തിൽ പയ്യന്നൂർ പോലീസിന്റെ വാഹനത്തിന് നേരെ സ്റ്റീൽ ബോംബ് എറിയുന്ന സംഭവം ഉണ്ടായത്. ആ സംഭവത്തിലാണ് ഇപ്പോൾ ഏതായാലും 2 പേർക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 20 വർഷം ആണ് വിവിധ വകുപ്പുകളിലായി കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. എന്നാൽ 2 പേരും 10 വർഷം വീതം തടവ് അനുഭവിച്ചാൽ മതി എന്നതാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നാമനിർദ്ദേശ പത്രിക നൽകുന്ന സമയത്ത് ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നതിനാൽ തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് നിഷാദിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളില്ല. അതേസമയം ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരികയാണെങ്കിൽ ഈ ശിക്ഷ സ്റ്റേ ചെയ്യപ്പെടാത്ത ഒരു സാഹചര്യത്തിൽ നിഷാദിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ നിയമപരമായ വശമായി ഇപ്പോൾ നിലനിൽക്കുന്ന കാര്യം. ഏതായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് നിഷാദിനെ സംബന്ധിച്ചിടത്തോളം തടസ്സമുണ്ടാകില്ല. പക്ഷേ വിജയിച്ചു കഴിഞ്ഞാൽ അത് പിന്നീടൊരു തെരഞ്ഞെടുപ്പ് റദ്ദാക്കപ്പെടുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോവുക. അല്ലെങ്കിൽ കോടതിയിൽ ഈ ശിക്ഷ സ്റ്റേ ചെയ്യുന്ന മേൽക്കോടതി ഈ ശിക്ഷ സ്റ്റേ ചെയ്യേണ്ട ഒരു സാഹചര്യം മാത്രമാണ് നിഷാദിന് അനുകൂലമായി ഒരു സാഹചര്യം ഉണ്ടാക്കുക. ഏതായാലും 2012 നടന്ന സംഭവത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ തളിപ്പറമ്പ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 20 വർഷമാണ് വിവിധ വകുപ്പുകളിൽ, വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ എല്ലാം ചേർത്ത് 20 വർഷമാണ് തടവ് ശിക്ഷ വിധിച്ചത്. എന്നാൽ എല്ലാം ചേർത്ത് 10 വർഷം തടവ് അനുഭവിച്ചാൽ മതി എന്ന വിധിയാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.